നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ചെറുകഥകൾ. അതിലെ കിളിമരം എന്ന ചെറുകഥയാണ് ഇന്ന് വായിക്കുന്നത്. പുലർച്ചയ്ക്ക് ഗോവിന്ദൻകുട്ടി വന്നു. മുറ്റത്തെ കിളിമരച്ചോട്ടിൽ സൈക്കിൾ വെച്ച് അവൻ വരാന്തയിലേക്ക് കയറി. അമ്മ അറവാതിൽക്ക് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പാതിര കഴിഞ്ഞപ്പോൾ തുടങ്ങിയതല്ലേ ആ കാത്തിരിപ്പ്. എന്തു പറഞ്ഞു മോനെ, നീ അയാളെ കണ്ടോ? ഭയന്ന് കരയുമ്പോഴുള്ള ശബ്ദമായിരുന്നു അമ്മയുടേത്. അവൾ അടുക്കളപ്പടിയിലേക്ക് കാലൂന്നി നിന്ന് ശ്രദ്ധിച്ചു. കണ്ടു, പക്ഷെ പ്രയോജനമുണ്ടായില്ല. മതി, എല്ലാം അവസാനിച്ചല്ലോ. ആശ്വാസമായി. ഇനി വരാനിരിക്കുന്ന ദിനങ്ങളെ ഓർത്ത് നെടുവീർപ്പിടേണ്ട. ഒരേ ഇണത്തിലും താളത്തിലും ഈ ഒഴുക്ക് തുടരുമല്ലോ. നീ നമ്മുടെ കഷ്ടതകളെല്ലാം തുറന്നു പറഞ്ഞില്ലേ. അമ്മയുടെ ഗദ്ഗതങ്ങൾ കേൾക്കാനുള്ള കരുത്തില്ല. ഇവിടെ ഇങ്ങനെ നിന്നാലോ? എന്നാലും എന്താണ് പറഞ്ഞു വിട്ടതെന്നറിയാം. എല്ലാമായി വിശ്വസിച്ച് ആരാധിച്ച ആളല്ലേ. ഇതും കൂടി കേട്ടിട്ട് ആ വിഗ്രഹം വലിച്ചെറിഞ്ഞ് അമ്പലം പൊളിക്കാമല്ലോ. കല്യാണ ചിലവിന് 1000 രൂപയെങ്കിലും കൊടുക്കാതെ അമ്പലത്തിൽ വരില്ലെന്ന് തീർത്തു പറഞ്ഞു. എൻ്റെ ഭഗവതി, അമ്മ നെഞ്ചിരുകി വിളിച്ചു. തറവാടിൻ്റെ മാനം തലനാരിഴയിൽ തൂങ്ങുകയില്ലേ. നാട്ടുകാരറിഞ്ഞ നിശ്ചയം കഴിച്ചിട്ട് വിവാഹം നടക്കാതിരിക്കുക, അതിൽ കൂടുതലൊരു കുറവ് വരാനുണ്ടോ? 1000 രൂപ? ആ നാവ് കൊണ്ട് തന്നെയാണോ അങ്ങനെ പറഞ്ഞത്? ദൈവമേ, ഹൃദയബന്ധങ്ങൾ ആയിരങ്ങൾ മാത്രം തൂങ്ങി നിൽക്കുന്നവയാണെന്നോ? വിശ്വാസങ്ങൾ തകരുന്നു. പ്രതീക്ഷകൾ വെറും നിഴലുകളായി ദുഃഖത്തിൻ്റെ തീരങ്ങളിൽ അലയുന്നു. ഇനി എന്തു ചെയ്യും? അമ്മ ഭയപ്പെടുന്നു. ലോകം മുഴുവൻ 1000 എന്നും 2000 എന്നും എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് നോക്കി കണ്ണീരൊഴുക്കിയിട്ട് എന്തു ഫലം? അവൾ പുറത്തേക്ക് വന്നു. അരമതിന്മേൽ പുറംചാരി അറയിലേക്ക് നോക്കി നിൽക്കുകയാണ് ഗോവിന്ദൻകുട്ടി. മുട്ടുകൾക്കിടയിൽ ചുളുങ്ങിയ മുഖം മറച്ച് വിങ്ങിക്കരയുകയാണ് അമ്മ. രണ്ടുപേരുടെയും മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. മനസ്സിൻ്റെ സമനില തെറ്റുകയാണെന്ന് തോന്നി. സ്വയം നിയന്ത്രിക്കാൻ പ്രയാസപ്പെട്ട് അവൾ പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു? ഞാൻ എത്ര കാലമായി പറയുന്നു, എനിക്ക് വേണ്ടി ആരും കണ്ണീര് കുടിക്കേണ്ടെന്ന്. എനിക്ക് വിവാഹം വേണ്ട വേണ്ട. ഒരു തേങ്ങലിലാണ് ആ വാക്കുകൾ അവസാനിച്ചത്. കൈത്തലം കൊണ്ട് മുഖം പൊത്തി അവൾ അകത്തേക്ക് ഓടിക്കയറി. പെട്ടെന്ന് ഗോവിന്ദൻകുട്ടിയുടെ ശബ്ദമുയർന്നു. വിവാഹം വേണമെന്ന് പറയുന്നതും ചേച്ചി, വേണ്ടാന്ന് പറയുന്നതും ചേച്ചി, എന്താണിതിൻ്റെ അർത്ഥം? അവൾ വീണ്ടും ഇറങ്ങി വന്നു. അന്ന് ആ മനുഷ്യനെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഇന്ന് ആ മൃഗത്തെ ഞാൻ വെറുക്കുന്നു. അന്ന് മനുഷ്യനും ഇന്ന് മൃഗവും. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ? ഗോവിന്ദൻകുട്ടിയുടെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. അവൾക്ക് ഉത്തരം മുട്ടി. അമ്മ ഇടുക്കി കയറി പറഞ്ഞു, നീ ക്ഷമിക്കൂ കുഞ്ഞേ, അവൾക്ക് വിവരമില്ല. അവൾ ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞു, ഈ വിവാഹം വേണമെന്ന് പറഞ്ഞതും ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചതും ചേച്ചിയാണ്. വിവാഹം നിശ്ചയിച്ചു. ഇനി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ്. ചേച്ചി അകത്തേക്ക് പോകൂ. കല്യാണ ദിവസം അമ്പലത്തിൽ പോകാൻ വിളിക്കാം. അമ്പലത്തിൽ പോകാനോ? ഞാനോ? ഈ ജന്മം ഇനി. അവളത് മുഖിയാക്കിയില്ല. അവൻ ഉച്ചത്തിൽ വിളിച്ചു, ചേച്ചി പരാജയപ്പെട്ടു പോയി. പണ്ടേ ഇങ്ങനെയാണ്. അവനോട് വാദിച്ചു ജയിച്ച അവസരങ്ങളില്ല. അല്ലെങ്കിൽ ഇതൊന്നും അവൻ്റെ മാത്രം സ്വഭാവമല്ലല്ലോ. വേണ്ട, ഒന്നുമൊന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. തിരശ്ശീല വീണുപോയ രംഗങ്ങൾ, ഇനി ഒരിക്കലും അണിയാനാവാത്ത വേഷങ്ങൾ, അവ വിസ്മൃതിയിൽ തന്നെ ലയിക്കട്ടെ. അടുക്കളയിലേക്ക് നടന്നു. ഇനി എന്തു ചെയ്യും മോനെ? അമ്മയുടെ ദയനീയമായ ചോദ്യം. അമ്മായി വിഷമിക്കാതിരിക്കൂ, എല്ലാം നേരെയാകും, ഗോവിന്ദൻകുട്ടി പറഞ്ഞു. പുരുഷൻ്റെ ധീരമായ സാന്ത്വനം. നേരെയാകുന്നു. എന്തിന്? വീണ്ടും ചിതറിപ്പോകാനോ? കൂടുതൽ ദുഃഖം കടം വാങ്ങാനോ? പാടില്ല. ഇനി ഒന്നും നേരെയാകാൻ പാടില്ല. ഇവിടെ എല്ലാം അവസാനിച്ചു കൊള്ളട്ടെ. സ്വരം ഇടറാൻ തുടങ്ങുമ്പോൾ പാട്ട് നിർത്തുന്നതല്ലേ നന്ന്. അടുപ്പിൽ തീ കൂട്ടാൻ തുടങ്ങി. ഒരു കടലാസ് കഷ്ണത്തിൽ വിളക്ക് ചരിച്ച് അല്പം മണ്ണെണ്ണ വീഴ്ത്തി തീ കൊളുത്തി. ഉണങ്ങിയ പഴയോലയിൽ തീ ആളിപ്പിടിക്കുന്നത് നോക്കിയിരുന്നു. ഹൈസ്കൂളിൽ ഒന്നിച്ചു പഠിച്ച ലീലാവതി ആത്മഹത്യ ചെയ്ത രീതി ഓർമ്മ വന്നു. സാരിയിൽ ഒരു കുപ്പി മണ്ണെണ്ണ കമഴ്ത്തി ഒരു തീപ്പെട്ടിക്കുള്ളിൽ എല്ലാം ഒതുങ്ങി. മോഹങ്ങളും മോഹഭംഗങ്ങളും എല്ലാം. പിന്നിലൂടെ 2 കൈകൾ വന്ന് കണ്ണുകൾ പൊത്തി ഞെട്ടലൂടെ ആ കൈകൾ കടന്നു പിടിച്ചു. ഗോവിന്ദൻകുട്ടി, ചേച്ചി സ്വപ്നങ്ങൾക്ക് റേഷനൊന്നും വേണ്ട, എല്ലാത്തിനും വഴിയുണ്ടാകും. അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അകലെ കിടന്ന ആവണിപ്പലക നീക്കിയിട്ട് അവനിരുന്നു. രാത്രിയിൽ 30 മൈൽ സൈക്കിൾ ചവിട്ടി വിശന്നു പ്രാണൻ പോകുന്നു. വേഗം ചായ തരൂ. അവൾ അനങ്ങിയില്ല. അവൻ്റെ മുഖത്ത് നോക്കിയിരുന്നപ്പോൾ എല്ലാം മറന്നു. മറക്കണമെന്ന് കരുതിയവയെല്ലാം ഓർമ്മിക്കണമെന്ന് കരുതിയവയെല്ലാം മറക്കുകയും ചെയ്യുന്നു. എന്നെ നോക്കി ദഹിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നോക്കി ദഹിപ്പിക്കുകയല്ല കുഞ്ഞേ, നോക്കി വേദനിക്കുകയാണ്. നിൻ്റെ കറുത്ത ശരീരത്തിലൂടെ ഈ വലിയ കണ്ണുകളിലൂടെ ചേച്ചിയുടെ കഴിഞ്ഞ കാലങ്ങൾ മടങ്ങി വരികയാണ്. നീ കഥ പറഞ്ഞിരിക്കാതെ അവന് വല്ലതും കൊടുക്ക്. അമ്മയുടെ ശബ്ദം. അവൾ പെട്ടെന്ന് തിരിഞ്ഞിരുന്നു. അടുപ്പിൽ പിടിച്ചു വന്ന തീയെ കെട്ടുകഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും നിമിഷങ്ങൾക്കുള്ളിൽ ചായ ഉണ്ടാക്കി ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. ഗോവിന്ദൻകുട്ടി ദൂരെ ഇരുന്ന ഒരു പ്ലേറ്റ് എടുത്ത് തൻ്റെ മുമ്പിൽ വെച്ച് കാത്തിരിപ്പായി. ചിരി വന്നു അത് കണ്ടപ്പോൾ. കൺപീലുകൾ ചെറുതായി നനയുന്നുണ്ടോ?
സന്തോഷം വരുമ്പോഴും കണ്ണിൽ വെള്ളം നിറയുമല്ലോ. എന്നാൽ ഈ ചിരി സന്തോഷത്തിൻ്റെ പ്രകാശമാണോ, അതോ ഒരിക്കലും വിടരാത്ത മോഹങ്ങളുടെ നേർക്കുള്ള പരിഹാസമോ? ചൂടുള്ള ദോശ മുറിച്ച് തിന്ന് അവൻ പറഞ്ഞു, ചേച്ചിക്ക് കൊതി വരുന്നുണ്ട്, വേണമെങ്കിൽ അല്പം തരാം. അവൾ വീണ്ടും ചിരിച്ചു. ഒരു തുണ്ടൻ ദോശ അവളുടെ വായിലിട്ട് കൊടുത്ത് അവൻ എന്തോ പറഞ്ഞു. അവളത് കേട്ടില്ല. ആ ചിരി ശ്രദ്ധിക്കുകയായിരുന്നു അവൾ. അതേ ചിരി അവൻ്റെ ചേട്ടനും ഇതുപോലെ തന്നെയായിരുന്നു. ഇതേ നിറം, ഇതേ രൂപം, ഇതേ സ്വരം, എല്ലാം എന്നും ഓർമ്മിപ്പിക്കാനായി ദൈവം ഇവനെ അയച്ചു തന്നതാണോ? ദോശ തിന്നു കൈ അവളുടെ സാരിയിൽ തുടച്ചവൻ പറഞ്ഞു, കൈ കഴുകാനൊന്നും നേരമില്ല, ഞാൻ പോകുന്നു. സ്വപ്നത്തിലെന്ന പോലെ അവൻ പോകുന്നത് നോക്കിയിരുന്നു. കണ്ണുകളിലെ നനവ് കവിളികളിലേക്കും പടർന്നു. ഊണ് കഴിച്ച കൈ തുടയ്ക്കാൻ പമ്മിയുടെ പാവാട തിരക്കി നടക്കുന്ന ആളായിരുന്നു ചേട്ടൻ. അറിഞ്ഞു പോയാൽ ഓട്ടം തുടങ്ങിയായി. പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷയില്ല. എവിടെയെങ്കിലും കൊണ്ടിട്ട് പിടിക്കും. പിന്നെ പാവാടത്തുമ്പ് കാണിച്ചു കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ എരിവുള്ള കറികൾ കൂട്ടിയ കൈ മുഖത്തായിരിക്കും വച്ച് തേക്കുക. അയ്യേ, ഈ സ്ത്രീ ചേട്ടന് ഒരു നാണവുമില്ലേ? ഊണ് കഴിച്ച കൈ കഴുകാത്ത അസത്ത് ചേട്ടൻ. അപ്പോൾ പറയുന്ന മറുപടി കേട്ടാൽ മനസ്സ് കുതിർന്നു പോകും. എൻ്റെ പമ്മി, നിൻ്റെ പാവാടയിലല്ലേ, സാരമില്ല. നാക്ക് തിരിയാത്ത കാലത്ത് പമ്മി എന്ന് വിളിച്ചു പഠിച്ചതാണ്. വളർന്നു കഴിഞ്ഞു. ആ വിളി മാറ്റിയില്ല. ഒരിക്കൽ പറഞ്ഞു, നിന്നെ പത്മിനി എന്ന് വിളിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ നാവ് പമ്മി എന്നേ പറയൂ. നാണം കുമ്പിയ കണ്ണുകൾ ഉയർത്താതെ പറഞ്ഞു, എന്നെ എന്നും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ഒരു പായൽ കിടന്ന് ഒരു മുറ്റത്ത് കളിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഊണ് കഴിച്ച് വളർന്നു. ഒരാത്മാവായി തന്നെ എന്നും ജീവിക്കണമെന്ന് വിശ്വസിച്ചു. പക്ഷെ ദൈവം വിചാരിച്ചത് മറ്റൊന്നാണ്. മനുഷ്യന് ദുഃഖത്തിന് തീരെഴുതി കൊടുക്കുന്ന ദൈവം. എൻ്റെ ശ്രീചേട്ടൻ എന്നിൽ നിന്ന് തട്ടിയെടുത്ത ക്രൂരനായ ദൈവം. അന്ന് മുതൽ ദൈവത്തെ വെറുക്കാൻ തുടങ്ങി. അതോ ജീവിതത്തെയാണോ വെറുത്തത്? മുറ്റത്തെ കിളിമരച്ചുവട്ടിലാണ് ഒന്നിച്ചിരിക്കുക. ഒന്നാം തല്ലിയും 5 കല്ലും ഞുണ്ടിയും കളിച്ച് പഠിച്ചതും അമ്പലവും വീടും പണിഞ്ഞതും അവിടെയായിരുന്നു. വളർന്നു കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഭാവരൂപങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുള്ളതും ആ തണലിൽ നിന്നാണ്. കുട്ടിക്കാലത്ത് കിളിമരം പൂക്കുന്നത് കാണാൻ മോഹമായിരുന്നു. ഓരോ ദിവസവും ആർത്തിയോടെ നോക്കും. ഒരു മൊട്ടെങ്കിലും കിളിർത്തിട്ടുണ്ടോ? അപ്പോഴേക്കും ഒരു വലിയ ആളിൻ്റെ മട്ടിൽ പറയും, എടി പെണ്ണെ, നിനക്കറിയില്ലേ, കിളിമരം ഒരിക്കലും പൂക്കില്ല. അയ്യേ കഷ്ടം, മൂക്കത്ത് വിരൽ വെച്ചവൾ നാണം പറയും. പൂക്കാത്ത മരം ഏതെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? പക്ഷേ പിൽക്കാലത്ത് മനസ്സിലായി, അന്ന് ശ്രീചേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നെന്ന്. ഒരിക്കലും പൂക്കാത്ത ചില്ലുകളും കാറ്റിൻ്റെ താളത്തിൽ നൃത്തം ചെയ്യാറുണ്ടെന്ന്. വളർന്നപ്പോൾ ഒരിക്കൽ ആ കിളിമരത്തെ നോക്കി പറഞ്ഞു, അറിയില്ല പമ്മി, ചിലപ്പോൾ നമ്മുടെ മോഹങ്ങളും ഈ കിളിമരം പോലെ ഒരിക്കലും പൂക്കാത്തവയായിരിക്കും. കരച്ചിൽ വന്നു. അത് കേട്ടപ്പോൾ പൂക്കാത്ത മോഹങ്ങളോ? അപ്പോൾ ശ്രീചേട്ടൻ തൻ്റേതായി തീരുകയില്ലെന്നോ? ഒരു സായനത്തിൻ്റെ കണ്ണീരടിഞ്ഞ ചുവന്ന മുഖം ഇന്നും വ്യക്തമായി ഓർമ്മയിലുണ്ട്. കാശിത്തിറ്റിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന പടിഞ്ഞാറേ ചെരുവിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. എന്തോ ആലോചിച്ച് വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു, കാരണമില്ലാത്ത ഭയം. ആ കവളത്തെ വിരൽത്തുമ്പ് അമർത്തി ചിരിച്ചതേയുള്ളൂ. അപ്പോൾ വീണ്ടും ആ ഭയത്തെപ്പറ്റി വിവരിക്കാൻ തുടങ്ങിയപ്പോൾ ചുണ്ടുകൾ അരുതാത്ത സ്വാതന്ത്ര്യം കാണിച്ച് ആ വായി മൂടിക്കളഞ്ഞു. ഈ ഭയം ഞാൻ മാറ്റും. എന്നാൽ ആ ഭയം തന്നിലേക്ക് കൂടി വ്യാപിച്ചതേയുള്ളൂ. തിരുവാതിര നാളിൽ ഉറക്കം വിളിച്ചിരുന്ന കൈകുട്ടിക്കളി കാണുമ്പോൾ കൊച്ചു പപ്പു ഓടി അണച്ചു വന്നു. കൊച്ചമ്പ്രാൻ മുഴുവനും കേട്ടില്ല. നിലനിൽപ്പിൽ മൂർച്ഛിച്ചു വീണു. കണ്ണു തുറന്നപ്പോൾ മനസ്സിലായി താൻ നടുകടലിലാണെന്ന്. ഇനി ഒരിക്കലും കരകയറാനാവില്ലെന്ന്. ഊണ് കഴിച്ച് കിടന്നു. അമ്മയെ വിളിച്ച് വെള്ളം ചോദിച്ചു. അത് അവസാനമായി നാവ് നനയ്ക്കാനുള്ളതായിരുന്നു. കണ്ണടയുന്നതിന് മുമ്പ് ആ കൃഷ്ണമണികളിലേക്ക് ഒരിക്കൽ കൂടി നോക്കാൻ പോലും എന്നെ അനുവദിച്ചില്ലല്ലോ ഭഗവാനെ. ജീവിതം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ സ്വാർത്ഥത, അത് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നു. ആ നിഷ്കളങ്കതയെ പൂവിട്ട് പൂജിച്ച താൻ തന്നെയാണ് ഒടുവിൽ ഈ മനുഷ്യന് വേണ്ടിയും അതേ ശ്രീകോവിൽ തുറന്നു കൊടുത്തത്. കല്യാണ ചിലവിന് 1000 രൂപ തന്നില്ലെങ്കിൽ 1000 രൂപ. കഷ്ടം. ഇത്ര നിസ്സാരമാണോ വിവാഹം? ഇത്ര തുച്ഛമാണോ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ വില? ദിവസങ്ങൾ നീങ്ങുകയാണ്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അമ്മയുടെ കണ്ണീര് മാത്രം കുടിച്ച് കാലം തൃപ്തിയടയുമോ? അമ്മ എന്തിനു കരയുന്നു? എനിക്ക് കല്യാണം വേണ്ട, വേണ്ട, വേണ്ട. അവൾ പല പ്രാവശ്യം അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവർ കൂട്ടാക്കിയില്ല. തറവാടിൻ്റെ അഭിമാനം തകർന്നു കഴിഞ്ഞു. ഇനി അവർ എന്തിനു ജീവിക്കണം? വിവാഹത്തിന് 3 ദിവസമേ ഉള്ളൂ. സന്ധ്യയ്ക്ക് ഗോവിന്ദൻകുട്ടി വന്നു. അകലെ കണ്ടപ്പോൾ തന്നെ അമ്മ ഓടി ഇറങ്ങിച്ചെന്നു. അവൾ വരാന്തയിൽ നിന്നു. നിന്നെ നോക്കിയിരുന്ന കണ്ണു കഴിച്ചു മോനെ, അമ്മ പരിഭവം പറയുകയാണ്. ഗോവിന്ദൻകുട്ടി അത് കേട്ടില്ലെന്ന് തോന്നുന്നു. ഒരു രക്ഷകർത്താവിൻ്റെ മട്ടിൽ അവൻ പറഞ്ഞു. എല്ലാം ശരിപ്പെട്ടു. അയാൾക്ക് രൂപ കൊടുത്തു. എന്ത്? അവളും അമ്മയും ഒപ്പം അത്ഭുതപ്പെട്ടു. എവിടെ നിന്ന് കിട്ടി മോനെ ഇത്രയും രൂപ? അതെല്ലാം ഉണ്ടായി. പിന്നെ ഗോവിന്ദൻകുട്ടി നിന്നില്ല. ഊണ് കഴിച്ചിട്ട് പോകാൻ വളരെ നിർബന്ധിച്ചു. കൂട്ടാക്കിയില്ല. വിവാഹത്തിൻ്റെ തലേ ദിവസം അറിഞ്ഞു ഗോവിന്ദൻകുട്ടി ആകെ ഉണ്ടായിരുന്ന 5 പറ വിരിപ്പ് ഒറ്റി എഴുതിയെന്ന്. കല്യാണ ദിവസം മുഹൂർത്തത്തിന് നിമിഷങ്ങൾ അധികമില്ല.
ചെറുക്കൻ കൂട്ടർ അമ്പലത്തിലെ ആനക്കുട്ടിയിൽ എത്തിക്കഴിഞ്ഞു. അവളും അമ്മയും ഊട്ടുപുരയ്ക്കുള്ളിലിരിക്കുന്നു. കല്യാണത്തിന് വന്ന ബന്ധുക്കളും പണ്ടത്തെ അടുക്കളക്കാരി പാറുവുമുണ്ട്. പെട്ടെന്ന് ഗോവിന്ദൻകുട്ടി കടന്നു വന്നു. കറുത്ത മുഖം വിയർപ്പ് പുരണ്ട് കുറേ കൂടി കറുത്തിരുന്നു. മുഷിഞ്ഞ ഷർട്ടും മുണ്ടും. ആ മുഖം കണ്ടപ്പോൾ മനസ്സ് ഈറനായി. പോക്കറ്റിൽ നിന്നും പച്ച നിറമുള്ള ഒരു വർണ്ണക്കടലാസ് പൊതിയെടുത്ത് അമ്മയെ കാണിച്ച് അവൻ പറഞ്ഞു, അമ്മായി, ഞാൻ മിന്നു കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണിൻ്റെ അച്ഛൻ വീട്ടുകാരല്ലേ മിന്നു കൊണ്ടുവരേണ്ടത്? എല്ലാവരും ഒരുപോലെ വികാരധീനരായി. അമ്മ പൊട്ടിക്കരഞ്ഞു. അതേ കുഞ്ഞെ, ഇവളുടെ അച്ഛൻ വീട്ടുകാരനായി നീയേ ഉള്ളൂ. നീ അത് മറന്നില്ലല്ലോ. അടുത്ത് നിന്ന പാറുമ്മ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു, ഗോവിന്ദൻകുട്ടി, ആ മിന്നു കുഞ്ഞ് തന്നെ അങ്ങ് കെട്ടിയാൽ മതി. ഞങ്ങളുണ്ടല്ലോ കാണാൻ. ഉറങ്ങിക്കിടന്ന എല്ലാ ദുഃഖവും ഒന്നിച്ചുണർന്നു. മുഖം കുനിച്ച് ഗോവിന്ദൻകുട്ടി ഇറങ്ങിപ്പോയപ്പോൾ എല്ലാ നിയന്ത്രണവും വിട്ട് തേങ്ങിക്കരഞ്ഞു. മനസ്സിൽ വളർന്നു മുത്തി നിൽക്കുന്ന കിളിമരം ആടി ഉലയുകയാണ്. വസന്തത്താൽ പരിത്യക്തമായ കിളിമരം, ഒരിക്കലും കായ്ക്കാത്ത കിളിമരം. മുഹൂർത്തത്തിന് സമയമായി. അവൾ നടന്നു. എല്ലാം അവസാനിക്കുന്ന മുഹൂർത്തം. നന്ദി.